Welcome back to my YouTube channel. Maybe this is my first long video. എന്താ ഇതിൽ കണ്ടന്റ് എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഒരു ഡേ എങ്ങനെ പോകണമെന്ന് നമുക്ക് നോക്കാട്ടോ. എനിക്ക് തന്നെ കാണണം ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. ഒരുപാട് പണി തീർക്കാനുണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന്. ലെറ്റ്സ് സ്റ്റാർട്ട്. കം. ടേബിളെല്ലാം വൃത്തിയാക്കാനുണ്ട്. നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്താ അതൊക്കെ ഞാൻ തന്നെ കഴുകണം. പണ്ടൊക്കെ ലഞ്ച് ബോക്സ് ബാഗിൽ വെച്ചാൽ മതിയായിരുന്നു, അമ്മ വന്ന് കഴുകുമായിരുന്നു. ഇന്നിപ്പോ അതിനും പറ്റത്തില്ല, ഞാൻ തന്നെ കഴുകണം. കിഴുക്. ഒരാഴ്ച കൂടെ ഇടാം, വലിയ പ്രശ്നമൊന്നുമില്ല. പുത്തം പുതിയതുപോലെ ഉണ്ട്. എന്തിനാ ഇതൊക്കെ എപ്പോഴും ഇളക്കുന്നത്? സൂപ്പർ. തെറ്റിദ്ധരിക്കട്ട, ഡെറ്റോളാ. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനാണ്. മടിയാ. Let's take a break. 2 hours later. ചിക്കൻ എടുത്ത് പുറത്ത് വയ്ക്കാം. അപ്പൊ പിന്നെ ഇതൊക്കെ എന്ന് ഡീപ് റോസ്റ്റ് ആയി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ अरे भाई तुम लोग का नाम लिस्ट में नहीं है. മോരോ തൈരോ എന്തോ ആണ്. കൊള്ളാം. പെർഫെക്റ്റ്. എനിക്കിപ്പോൾ അപ്പുറത്തെ വീട്ടിലെ നാട്ടിലാകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പറമ്പൊക്കെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്ക് ഒഴിഞ്ഞെടുക്കണം. പിന്നെ അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്ക് അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്ക് വേസ്റ്റൊക്കെ ഇടുമായിരുന്നു. ഇവിടെ ഇട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ നാട്ടിപ്പോയി ഞാൻ നന്നാവുമായിരിക്കും. हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? സോറി, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്നെ കൊണ്ടെന്നെ തോന്നുന്നു. ഞങ്ങൾ ബംഗാൾക്കോട സാധാ കൃഷി കുടുംബ. ഞങ്ങൾ ബംഗാളിലെ കൂട്ടാറ്റുള്ള ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവണ ഞങ്ങൾ കൃഷി വീട് കാലി വലിയതായി. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികൾ വെള്ളം ഒളിച്ചു പോയി. ഇത് വാർത്ത ഞങ്ങൾ ഗാന്ധിജി എന്താ പറഞ്ഞിട്ടുള്ളത്? അവനവനിട്ട ഡ്രസ്സ് അവനവൻ തന്നെ കഴുകണം. അമ്മമാരെ കൊണ്ടും ഒന്നും കഴിക്കരുത് കേട്ടോ. അമ്മ സമ്മതിച്ചു. ഇനിയാണ് നമുക്ക് നമ്മുടെ അനീഷേട്ടൻ പറഞ്ഞ പോലെ കഴുകടാ, പാത്രം കഴുകാനുണ്ട്. ഞാനെന്ത് ഈ കോലും കൊണ്ടുവന്നല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉണ്ടല്ലോ, മലയാളി സരയിലും വരുമ്പോൾ എനിക്കൊരു ചൂല് കൊണ്ടുവരണം. എനിക്ക് ഇതും കൊണ്ടൊന്നും അടിച്ചു വരാൻ ഇഷ്ടമല്ല. മറ്റേതാകുമ്പോൾ നമുക്ക് ഷിം 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 ഒരു കാര്യം നടത്തി. ഇത് കാണിച്ചാൽ കുറേ അടിക്കും. ഭൂമിയോട് കാണോ? രണ്ട് പിള്ളേരും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ ഒക്കത്ത് വെക്കുമായിരുന്നു, ഒന്നിനെ ഞാൻ തോളും വെച്ചിട്ട് പണിയെടുക്കും. കഷ്ടം. ആയുധം നമുക്ക് മാറ്റാം. ഇനി നമ്മൾ വേറെ ആയുധം എടുക്കണം. ശരി, കഷ്ടമല്ലേ. ഇനി അതിന്റെ ചെറിയ വേഷം. എന്റെ ഡാഡി ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ ഒന്നും ചെയ്യത്തില്ല, സന്തോഷിക്കും. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോയി. ഇനിയാണ് ടാസ്ക്. ഇനി ലഞ്ച് എന്തുണ്ടാക്കും എന്നുള്ളതാണ്.
എനിക്ക് തോന്നി ബിരിയാണി ഉണ്ടാക്കിയാലോ ഒന്ന്. ബിരിയാണി, അല്ലാ, ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് ആദ്യം വേണ്ടത് ഇതെന്താന്നേനോ ഒരിക്കൽ ഞാൻ ചോറുണ്ടാക്കിയപ്പോണ്ടല്ലോ കരിഞ്ഞു പോയതാ. ആദ്യം വേണ്ടത് ഒരു പാത്രം വെച്ചു, ഓൺ ചെയ്തേ, ഇവിടെ വെക്കാം അല്ലേ, അല്ലല്ലോ കാണുമ്പോൾ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് നെയ്യ് എടുക്കട്ടെ. നെയ്യൊക്കെ എൻ്റെ പൊന്നേ, ഇവിടെ ഒരു പാക്കറ്റ് നെയ്യിന് 200 റാൻഡാണ്. 200 റാൻഡ് ഇന്ത്യൻ മണി എന്ന് പറയുമ്പോൾ എന്തോ ഇടിച്ച് ഇവിടെ സാറില്ല. ബിരിയാണി മിക്സ്, ഹോൾ ബിരിയാണി മിക്സ്. ബിരിയാണിക്ക് വേണ്ട റൈസ്. ഇത് ആക്ച്വലി ബിരിയാണി റൈസ് ഒന്നുമല്ല, സാരില്ല. അങ്ങനെ പടക്കടകുദാഹവ. ഇതാണ് നമ്മുടെ അളവ്. എത്രയായിരുന്നു? 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമല്ലേ? കുറച്ചധികം ഉണ്ടാക്കാം. കുറച്ച് പെട്ടെന്ന് എങ്ങാനും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിക്കാമല്ലോ. 2 ഗ്ലാസ് അരിയുള്ളൂ, ഇത്ര വേണ്ട. എന്താ അത്, എനിക്ക് ഇത്ര വലിയ വയറുണ്ടെന്നൊക്കെ വിചാരിക്കും. ഇല്ല ഗൈസ്, അതിൻ്റെ കഥയൊന്നും പറയാതിരിക്കുക നല്ലത്. ഈ നിക്കറൊക്കെ ഉണ്ടല്ലോ അത്രയും ടൈറ്റായിട്ട് ബെൽറ്റ് ഞാൻ മേടിക്കാറേ ഇല്ല. എന്നിപ്പോൾ എനിക്ക് ബെൽറ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാനല്ല എൻ്റെ കറക്റ്റ് സൈസിന് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ തടി ദിങ്ങനെ പോയതുകൊണ്ട് നിൽക്കത്തില്ല. സോ ഇത്ര അരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അറിയില്ല എത്ര കിട്ടുന്നു. കുറേ കിട്ടിയാൽ ഞാൻ കുറേ ദിവസം തിന്നു. നമ്മുടെ കളി. സ്റ്റവ് മാറിപ്പോയി ഗൈസ്. ഇതായിരുന്നു ഇതാക്കണ്ടേ ഞാൻ. ഇതാ ചൂടായത്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വേണ്ടത് എന്താണെന്നോ, ഗീ. ഞാൻ ഓൾ സെറ്റാണ്. കാരണം എൻ്റെ യൂട്യൂബ് അമ്മായി എനിക്ക് അത്രയും ഇൻഫർമേഷൻസാണ് തന്നുകൊണ്ടിരിക്കുന്നത് ബിരിയാണിയെ പറ്റിയിട്ട്. നെയ്യ് ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ ഇതെടുത്തിട്ട് വന്നേ. ഈ ക്യാമറ ഞാൻ കുറച്ച് പൊന്തിച്ച് വയ്ക്കാൻ പോവാണേ. അയ്യോ, എൻ്റെ ഫോണൊക്കെ തെറിച്ചു പോവാ ഭർത്താവേ. ഇത്ര നെയ്യേ ഞാൻ എടുക്കുന്നുള്ളൂ. നെയ്യൊന്നും ഇങ്ങനെ ഇരിക്കണമെന്നല്ല, ഫ്രീസായി പോയതാ. എൻ്റെ പാരച്യൂട്ട് കാണിച്ചു തരാമേ. പാരച്യൂട്ട് പോയിട്ട് ഒരു എയ്റോപ്ലെയിൻ പോലും ഇവിടെ കാണുന്നില്ല. കിട്ടിപ്പോയ ഇതിലുണ്ട്, ഫുള്ളുണ്ട്, പക്ഷെ വരില്ല. ഞാൻ അത് കുറച്ച് നേരം എന്ത് ചെയ്യുന്നത്, ചൂടാക്കും. ഇതെന്താ കുക്കറാണോ? ഇയാള വേണം, ബേലീഫ് വേണം, മരക്കഷ്ണം വേണം, ക്ലവ് വേണം. ഇത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇടാൻ പോകുന്നത് കേട്ടോ. ഇനി ആരെങ്കിലും കുറവുണ്ടോ നോക്കട്ടെ. ഈ പാക്കറ്റില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് എല്ലാം നമ്മൾ അങ്ങനെ കോപ്പി ചെയ്യാൻ റെഡി അല്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട്, മാറ്റങ്ങളൊന്നുമല്ല, ഇനി അവർ പറയുന്ന ഓർഡറിലൊന്നുമല്ല ഞാനിടുക. എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ബോറടിച്ചു. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. ബ്രേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളിതിവിടെ വെച്ചേക്കുമല്ലേ. ഒരു സാധനം ഇടാൻ പറ്റുമോ? ഇപ്പോഴെല്ലാം ഇടേണ്ടത് എനിക്കറിയാം. അല്ലെ ആ ഓയിൽ ഒഴിച്ചപ്പെടേണ്ടതായിരുന്നേ. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. സ്പെഷ്യൽ ഡിസ്ക്ലെയിമർ, ഡോണ്ട് ഫോളോ ദിസ് മെത്തേഡ്, ഓക്കെ? ഇതിന് ഞാൻ അളവൊക്കെ എടുത്തില്ലേ. ഇതിന് അളവെടുത്തിട്ടൊന്നും കാര്യമില്ല. എനിക്കങ്ങനെ അളവെടുത്ത് അത് വറ്റിക്കാൻ അറിയില്ല. അപ്പം ഞാൻ ഊറ്റും. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ചൂടാ, ഉപ്പ് കഴിഞ്ഞോ? പണിപളി ഗൈസ്. ഉപ്പ് മേടിച്ചിട്ട് വരാം. ഇപ്പോഴാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയിട്ട് ഉപ്പ് കുറിക്കേണ്ട ഒരു വില എനിക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ നാട്ടിൽ ഉപ്പിന് എത്ര രൂപയാണ്? 10.
15 20 എന്തായാലും. ശരിയാണ്, ഇവിടെ 10 രൂപയേ ഉള്ളൂ. നമ്മൾ ഈ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത ശരി, അല്ലെങ്കിൽ വേറെ കൺട്രീസിലേക്ക് പോകുമ്പോൾ നമ്മളിത് ഇങ്ങനെ കൺവേർട്ട് ചെയ്യും മണിയായിട്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ഉപ്പിന് 1 കിലോ ഉപ്പിന് 50 രൂപയാണ്. ഇതെന്തിനാണെന്നറിയാമോ? എനിക്കിത് കാര്യങ്ങളൊന്നും കാണൂല, പാരമ്പര്യമായിട്ട് നല്ല ഹൈറ്റുള്ള കാരണം വേണ്ടി. അമ്മേ കണ്ട ബിരിയാണിയുടെ വെള്ളത്തിന് വരെ ടേസ്റ്റാണ്. शाबाश बेटा, बहुत बढ़िया मुन्ना. ബ്രേക്ക് എടുത്ത് വന്നപ്പോഴേക്ക് ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കയ്യിൽ നിന്ന് പോയതെല്ലാം ദമ്മ ചിക്കൻ ഇടാനുള്ള പരിപാടി നോക്കാം. കമോൺ ഗൈസ്. അതിന് നമുക്ക് ഒരു വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങ വീണു. അവളെല്ലാം മറന്നു. ടൊമാറ്റോ വേണം. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം സമയം എന്തായെന്ന് അറിയാമോ? 12 മണിക്ക് ബ്രേക്ക് എടുത്തതാ, 2 മണിയായി. തലവേദന എടുക്കുന്നു എനിക്ക്, വിശന്നിട്ടാ. എന്താ പോയത് അമ്മേ? സിവള വിടാ. അയ്യോ, എന്തൊരു തലവേദനയാ. അയ്യോ ചിക്കൻ റെഡി ആക്കിയിട്ടില്ല. അയ്യോ, എന്തൊരു തലവേദനയാണോ. ഇച്ചിരി പോരം മുളക് പൊടി ഇടണേ. ഇച്ചിരി പോരം നോക്കിയിട്ട് കുറയാണല്ലോ അല്ലേ. കണ്ണി പള്ളിന്നാ തോന്നണേ. അയ്യോ, ഉപ്പിടാൻ പറഞ്ഞു. എടുത്ത സാധനങ്ങളൊക്കെ അപ്പം എടുത്തു. അതല്ലെങ്കിൽ ഉണ്ടല്ലോ മടിയാണ്. ഈ മടി മാറാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഗൈസ്? നിങ്ങൾ മടി മാറ്റി വല്ല വിക്രിയയും കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു തരണം. അങ്ങോട്ട് ചെയ്യുന്നു. മടി അല്ലെങ്കിൽ കാര്യമില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ കയ്യോടെ ചെയ്യാം. ഇതുകൊണ്ടാണ് കാരണന്മാരും യൂട്യൂബ് ചേച്ചിയൊക്കെ പറയണം അതുപോലെ കേൾക്കണം എന്ന് പറയുന്നത്. എൻ്റെ ചോറ് വെന്ത് ആളിന് പോയി ഗൈസ്. എനിക്ക് അപ്പോഴേ തോന്നി. വെറുതെ ഇത്ര അരി എടുത്തു, അതാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ മുഖത്ത് ആ നേരത്തെ പ്രസരിപ്പൊന്നും ഇല്ലല്ലോ. ഫ്ലോപ്പായിട്ട് വിശന്നിട്ട് വയ്യ എനിക്ക്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബിരിയാണി കഴിക്കാം. അല്ല മണക്കുണ്ട് കേട്ടോ. കണ്ട ചോറ് ഒരുമാതിരി അമ്പലത്തിലെ പായസം പോലെയായി. മോനെ കുറച്ച് ചോറ് ഇട്ടേ. ആയിക്കോട്ടെ. ഓ തടിയൊക്കെ കഴിഞ്ഞു. It's fine. അല്ലാണ്ട് നമ്മൾ എന്താ പറയല്, it's nice. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. No words. Seriously. കഴിക്കട്ടെ കേട്ടോ. ക്യാമറ ഉള്ളപ്പോൾ എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. കഴിച്ചിട്ട് വരാം.